സെഷനിലേക്ക് സ്വാഗതം. ഇൻപുട്ട് പോർട്ടിന്റെ റീഡിംഗ് പരിശോധിക്കാനും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനുമായി സ്വിച്ചുകളും LCDയും ഉപയോഗിച്ച് മൈക്രോ കൺട്രോളറിന്റെ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് റിസീവ് ചെയ്ത ബൈറ്റുകൾ സെൻഡ് ചെയ്യാനും ഇന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യാനായി ഇന്റർഫേസ് LCDയിലേക്ക് പ്രോഗ്രാം എൻ്റർ ചെയ്യുക. പോർട്ട് റിസൾട്ട് ചെക്ക് ചെയ്ത് ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുക. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ LCDക്ക് ഒരു ഇൻട്രൊഡക്ഷൻ. LCD എന്നാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ടെലിവിഷൻ, കമ്പ്യൂട്ടർ മോണിറ്ററുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ടെക്നോളജിയാണ്. കുറഞ്ഞ പവർ കൺസംഷൻ, കനം കുറഞ്ഞതും ആൽഫ ന്യൂമറിക് ക്യാരക്ടറുകളും ഗ്രാഫിക്സുകളും ഡിസ്പ്ലേ ചെയ്യാനുള്ള കഴിവ് എന്നിവ കാരണം LCDകൾ ഇഷ്ടപ്പെടുന്നു. ഒരു 16:2 LCD എന്നാൽ അതിന് ഒരു ലൈനിൽ 16 ക്യാരക്ടറുകൾ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുമെന്നും അത്തരത്തിലുള്ള 2 ലൈനുകൾ ഉണ്ടെന്നും അർത്ഥമാക്കുന്നു. ഈ LCDയിൽ ഓരോ ക്യാരക്ടറും 5x7 പിക്സൽ മാട്രിക്സിൽ ഡിസ്പ്ലേ ചെയ്യും. ഈ LCDക്ക് കമാൻഡ്, ഡാറ്റ എന്നിങ്ങനെ 2 രജിസ്റ്ററുകളുണ്ട്. കമാൻഡ് രജിസ്റ്റർ LCDക്ക് നൽകിയിരിക്കുന്ന കമാൻഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നു. ഡാറ്റ രജിസ്റ്റർ LCDയിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതായ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് 16:2 LCD ഡിസ്പ്ലേയുടെ പിന്നുകളിലേക്ക് നോക്കാം. LCDയിൽ ആകെ 16 പിന്നുകളുണ്ട്. ഈ പിന്നുകളിൽ ഡാറ്റ ലൈനുകൾ, കൺട്രോൾ ലൈനുകൾ, പവർ സപ്ലൈ ലൈനുകൾ, കോൺട്രാസ്റ്റ് കൺട്രോൾ ലൈനുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഡാറ്റ ലൈനുകൾ മൈക്രോ കൺട്രോളറിനും LCDക്കും ഇടയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ലൈനുകൾ ഉപയോഗിക്കുന്നു. 8-ബിറ്റ് മോഡിൽ എല്ലാ 8 ലൈനുകളും D0, D7 ഉപയോഗിക്കുന്നു. 4-ബിറ്റ് മോഡിൽ ഹയർ ഓർഡർ ഡാറ്റ ലൈനുകൾ D4, D7 മാത്രമേ ഉപയോഗിക്കൂ. LCDയിലേക്ക് കമാൻഡുകളോ ക്യാരക്ടറുകളോ അയക്കുമ്പോൾ ആവശ്യമായ ബൈനറി വാല്യൂകളിലേക്ക് മൈക്രോ കൺട്രോളർ ഉചിതമായ ഡാറ്റ ലൈനുകൾ സെറ്റ് ചെയ്യുന്നു. എനേബിൾ ആക്കപ്പെടുന്ന സിഗ്നൽ ടോഗിൾ ചെയ്യുമ്പോൾ ഈ ഡാറ്റ ലൈനുകൾ LCD ലാച്ച് ചെയ്യപ്പെടുകയും LCDയുടെ ഇന്റേണൽ രജിസ്റ്ററുകളിലേക്ക് ഡാറ്റ കൈമാറുകയും ചെയ്യുന്നു. 8051 മൈക്രോ കൺട്രോളർ ഉള്ള ഒരു LCD ഇന്റർഫേസിലെ കൺട്രോൾ ലൈനുകൾ ഡാറ്റ ട്രാൻസ്ഫറും കൺട്രോൾ ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. സാധാരണയായി 3 കൺട്രോൾ ലൈനുകളുണ്ട്. RS രജിസ്റ്റർ സെലക്ട്, RW റീഡ് റൈറ്റ്, E എനേബിൾ. കൈമാറ്റം ചെയ്യപ്പെടുന്ന ഡാറ്റ ഒരു കമാൻഡാണോ ക്യാരക്ടർ ഡാറ്റയാണോ എന്ന് RS നിർണ്ണയിക്കുന്നു. RS = 0 എന്നത് ഒരു കമാൻഡും RS = 1 എന്നത് ക്യാരക്ടർ ഡാറ്റയും സൂചിപ്പിക്കുന്നു. LCD ഇന്റർഫേസിംഗിൽ റീഡ് ഓപ്പറേഷനുകൾ വളരെ കുറവാണെങ്കിലും റൈറ്റ് ഓപ്പറേഷനുകൾ RW = 0യും മൈക്രോ കൺട്രോളർ മുതൽ LCD വരെ റീഡ് ഓപ്പറേഷനുകൾക്ക് RW = 1ഉം LCD മുതൽ മൈക്രോ കൺട്രോളർ വരെ ഉപയോഗിച്ച് RW ഡാറ്റ ഫ്ലോയുടെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നു. ഈ എനേബിൾ ഡാറ്റ ലൈനുകളിലെ നിലവിലുള്ള ഡാറ്റ LCDയുടെ ഇന്റേണൽ രജിസ്റ്ററുകളിലേക്ക് ലാച്ചിങ് ചെയ്തുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ആരംഭിക്കുന്നു. സാധാരണ 2 പവർ സപ്ലൈ ലൈനുകളുണ്ട്: VCC, GND. LCDക്ക് ആവശ്യമായ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് VCC നൽകുന്നു. ഇത് സാധാരണയായി 5 വോൾട്ടാണ്. GND ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ റഫറൻസ് പോയിന്റായി പ്രവർത്തിക്കുന്നു. കോൺട്രാസ്റ്റ് കൺട്രോൾ. LCDയുടെ ടൈപ്പ് അനുസരിച്ച് ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു കോൺട്രാസ്റ്റ് കൺട്രോൾ പിൻ ഉണ്ടായിരിക്കാം. ക്ലിയർ ഡിസ്പ്ലേ 0x01 ഡിസ്പ്ലേ ക്ലിയർ ചെയ്യുകയും കഴ്സറിനെ ഹോം പൊസിഷനിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. റിട്ടേൺ ഹോം 0x02 ഡിസ്പ്ലേ ക്ലിയർ ചെയ്യാതെ കഴ്സറിനെ ഹോം പൊസിഷനിലേക്ക് തിരികെ നൽകുന്നു. സെറ്റ് കഴ്സർ പൊസിഷൻ 0x80 ഡിസ്പ്ലേയിലെ സ്പെസിഫൈഡ് അഡ്രസ്സിലേക്ക് കഴ്സറിനെ സെറ്റ് ചെയ്യുന്നു. ഡിസ്പ്ലേ ഓൺ ഓർ ഓഫ് കൺട്രോൾ 0x08 ഡിസ്പ്ലേ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുന്നു. എൻട്രി മോഡ് സെറ്റ് 0x06 കഴ്സർ മൂവ് ഡയറക്ഷനും
ഡിസ്പ്ലേ ഷിഫ്റ്റും ചെയ്യുന്നു. ഫംഗ്ഷൻ സെറ്റ് 0x38 ഇന്റർഫേസ് ഡാറ്റ ദൈർഘ്യം 8- ബിറ്റ് അല്ലെങ്കിൽ 4- ബിറ്റ്. നമ്പർ ഓഫ് ഡിസ്പ്ലേ ലൈൻസ് സാധാരണയായി 2. ക്യാരക്ടർ ഫോണ്ട് 5x8 ഡോട്ടുകൾ അല്ലെങ്കിൽ 5x10 ഡോട്ടുകൾ എന്നിവ സെറ്റ് ചെയ്യുന്നു. കഴ്സർ ഓർ ഡിസ്പ്ലേ ഷിഫ്റ്റ് 0x10 കഴ്സർ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇടത്തോട്ടോ വലത്തോട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നു. അടുത്തതായി ഒരു ഇൻപുട്ട് പോർട്ടിന്റെ റീഡിംഗ് പരിശോധിക്കാൻ ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും മെറ്റീരിയലുകളും ഏവയെന്ന് നോക്കാം. കൂടാതെ 8051 മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് സ്വിച്ചുകളും LCD ഉപയോഗിച്ച് ഔട്ട്പുട്ട് പോർട്ടിലേക്ക് റിസീവ് ചെയ്ത ബൈറ്റുകൾ സെൻഡ് ചെയ്യും. ഇതിനായി ഇനി പറയുന്ന ടൂളുകളും എക്യുപ്മെന്റുകളും ആവശ്യമാണ്. മൈക്രോ കൺട്രോളർ കിറ്റ് 1 നമ്പർ, കീബോർഡ് 1 നമ്പർ, FRC കേബിളുകൾ ആവശ്യാനുസരണം. ആദ്യം മൈക്രോ കൺട്രോളർ കിറ്റിന്റെ പവർ ടേൺ ഓൺ ചെയ്യുക. പവർ ബട്ടണിലേക്ക് നാവിഗേറ്റ് ചെയ്ത് സ്വിച്ച് ടേൺ ഓൺ ചെയ്യുക. ഇപ്പോൾ മൈക്രോ കൺട്രോളറിൽ കോഡ് റൈറ്റ് ചെയ്യുന്നതിന് ഡെസിഗ്നേറ്റഡ് പോർട്ടിലെ മൈക്രോ കൺട്രോളറുമായി കീബോർഡ് എക്സ്റ്റേണലി കണക്ട് ചെയ്യുക. നമ്മൾ കീബോർഡിൽ കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്നു. സ്വിച്ച് എക്സ്റ്റേണൽ മോഡിൽ ആണോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളർ കിറ്റിൽ പ്രോഗ്രാം എൻ്റർ ചെയ്യാൻ തുടങ്ങും. ഞങ്ങൾ കോഡ് അസംബ്ലി ലാംഗ്വേജിൽ റൈറ്റ് ചെയ്യുന്നതിനാൽ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. തുടരുവാൻ എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൈക്രോ കൺട്രോളറിൻ്റെ ഒറിജിൻ നൽകുക. ഇവിടെ നമ്മൾ അത് 4200 ആയി നൽകുന്നു. ഒറിജിൻ സ്റ്റാർട്ടിംഗ് അഡ്രസ് കിറ്റുകൾ തോറും മാറും. ഇപ്പോൾ എൻ്റർ ചെയ്യുക MOVA, P1. ഇതിനർത്ഥം അക്യുമുലേറ്ററിൽ A പോർട്ട് 1 വാല്യൂ മൂവ് ചെയ്യുക എന്നാണ്. കോഡിന്റെ അടുത്ത ലൈൻ റൈറ്റ് ചെയ്യാൻ ഡബിൾ എൻ്റർ ചെയ്യുക. ഇപ്പോൾ എൻ്റർ ചെയ്യുക MOV DPTR, #4500. 4500ന്റെ ഇമ്മീഡിയറ്റ് വാല്യൂ ഡാറ്റ പോയിന്റർ രജിസ്റ്റർ നമ്മൾ അസൈൻ ചെയ്യുന്നു. ഈ അഡ്രസ്സിൽ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യപ്പെടും. കോഡിന്റെ അടുത്ത ലൈൻ റൈറ്റ് ചെയ്യാൻ ഡബിൾ എൻ്റർ ചെയ്യുക. ഇപ്പോൾ എൻ്റർ ചെയ്യുക MOVX @DPTR, A. MOVX എന്നാൽ എക്സ്റ്റേണൽ ഇൻസ്ട്രക്ഷൻ മൂവ് ചെയ്യുക എന്നാണ്. @DPTR: ഇത് DPTR ഡാറ്റ രജിസ്റ്റർ ചൂണ്ടിക്കാണിച്ച എക്സ്റ്റേണൽ മെമ്മറിയിലെ അഡ്രസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കോഡിന്റെ അടുത്ത ലൈൻ റൈറ്റ് ചെയ്യാൻ ഡബിൾ എൻ്റർ ചെയ്യുക. ഇപ്പോൾ എൻ്റർ ചെയ്യുക SJMP. കോഡിന്റെ അതേ ലൈനിലേക്ക് ഷോർട്ട് ജമ്പ് ചെയ്യുക. SJMPന് ശേഷം അതേ അഡ്രസ് എൻ്റർ ചെയ്യുക. കോഡിന്റെ അടുത്ത ലൈൻ റൈറ്റ് ചെയ്യാൻ ഡബിൾ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക. കോഡ് എക്സിറ്റ് ചെയ്യാൻ എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് വെരിഫൈ ചെയ്തിരിക്കുന്നു. അതിനായി Uൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ അത് ഒറിജിൻ ഡിസ്പ്ലേ ചെയ്യും. കോഡിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് അതായത് 4200 നൽകി എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഓരോ ലൈനും പരിശോധിച്ച് അടുത്ത ലൈൻ പരിശോധിക്കാൻ എൻ്റർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ എൻ്റർ ക്ലിക്ക് ചെയ്യുക. പോർട്ട് 1 സ്വിച്ചുകൾ എന്നിവയിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. FRC കേബിളുകൾ ഉപയോഗിച്ച് പ്രോഗ്രാം അനുസരിച്ച് മാറാൻ പോർട്ട് 1 കണക്ട് ചെയ്യുക. ഇപ്പോൾ സ്വിച്ചുകൾ 1110, 11110 കണ്ടീഷനിലേക്ക് ടോഗിൾ ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ഗോ എൻ്റർ ചെയ്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ് അതായത് 4200 നൽകുക. എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ എക്സിക്യൂട്ടിംഗ് കാണിക്കും. ഇനി റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ ഞങ്ങൾ അതിൽ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നതിനാൽ SPയും ഡാറ്റ പോയിന്റർ അഡ്രസ്സും എൻ്റർ ചെയ്യുക. ഇവിടെ അത് 4500 ആണ്. എൻ്റർ ക്ലിക്ക് ചെയ്യുക. സ്വിച്ചുകളുടെ കണ്ടീഷൻ അനുസരിച്ച് ഡിസ്പ്ലേ കാണിക്കും. ഇവിടെ അത് 1110, 1110 അതായത് EE. റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മറ്റൊരു എക്സാമ്പിൾ എക്സിക്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് സ്വിച്ചുകൾ L5ലേക്ക് ടോഗിൾ ചെയ്യാം.
LSBയിൽ നിന്ന് ആരംഭിക്കുന്നതിന് 1010-0101 അതായത് A5ലെ സ്വിച്ചുകൾ ടോഗിൾ ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ കീബോർഡിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ഗോ നൽകുക. സ്റ്റാർട്ടിംഗ് അഡ്രസ് ഇവിടെ 4200 ആണ്. എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീൻ എക്സിക്യൂട്ടിംഗ് ഡിസ്പ്ലേ ചെയ്യും. അടുത്ത ആക്ഷൻ നടത്താൻ റീസെറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്ത് റീസെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കീബോർഡ് SP ഡാറ്റ പോയിന്റ് അഡ്രസ് അതായത് 4500 ഇവിടെ ടൈപ്പ് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ അത് സ്വിച്ചുകളുടെ പൊസിഷൻ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ അത് A5 10100101. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ, LCD പ്രോഗ്രാമിംഗ് ചെയ്യാൻ, 8051ലേക്ക് LCD കണക്ട് ചെയ്യാനും ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനും. ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.